ഹായ് ഫ്രണ്ട്സ്, സ്റ്റൈൽ ആൻഡ് വ്യൂയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്ന പാറ്റേണാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി പീച്ച് കളറും ഗ്രീൻ കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായും നോട്ടുകളാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട്, ലോങ് ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ നോട്ട്, റിംഗ് നോട്ട്. ആദ്യം ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സൂചി കുത്തിയെടുക്കുക, 2 റാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ നൂല് വലിച്ചു പിടിച്ച് സൂചി താഴേക്ക് ഇറക്കുക. സൂചി താഴെ വലിച്ച് എടുക്കുക. ഒരിക്കൽ കൂടി നോക്കുക. സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നു. എന്നിട്ട് നൂലിൽ താഴെ തന്നെ 2 പ്രാവശ്യം ചുറ്റിയിടുക. 2 തരത്തിൽ നമുക്ക് ചുറ്റാം. നമ്മുടെ ഇഷ്ടമുള്ള പോലെ ചുറ്റാം. ചുറ്റിയ ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ സൂചി കുത്തുക, താഴേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഈ നൂല് വലിച്ചു പിടിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ നമുക്ക് വളരെ ചെറിയ നോട്ട് കിട്ടുള്ളൂ. ഒന്നും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ടുകളാണ്. ഈ ഒരു ഇലയുടെ ഷേപ്പിലാണ് ഫ്രഞ്ച് നോട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ട് എങ്ങനെയെന്നാണ് കാണിച്ചു തരുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ടിന് നമ്മൾ ഏത് പോയിന്റിലാണോ നോട്ട് വേണ്ടത് അത്രയും നീളത്തിൽ ആ റാപ്പ് എടുത്ത ശേഷം ആ പോയിന്റിലേക്ക് കൊണ്ടുപോയി കുത്തുകയാണ്. എവിടെയാണോ നോട്ട് വേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുപോയി കുത്തുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സൂചി കുത്തിയെടുക്കുന്നു, 2 പ്രാവശ്യം ചുറ്റുന്നു. എന്നിട്ട് ഏത് പോയിന്റിലാണോ നമുക്ക് വേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുപോയി കുത്തി സൂചി താഴേക്ക് വലിച്ചെടുക്കുന്നു. ഇത് ഞാൻ 3 സ്ട്രാൻഡ്സിലാണ് ചെയ്യുന്നത്. ലീഫിന് 6 സ്ട്രാൻഡ്സിൽ ചെയ്യുക. 6 സ്ട്രാൻഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തടിച്ച് നമുക്ക് കിട്ടും. ഇത് കുറച്ച് തടിപ്പ് വേണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഫ്ലവറാണ്. ഫ്ലവർ ബുള്ളിയൻ നോട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലവറിന് ചുറ്റുമുള്ള ചെറിയ ലീഫ്, ആ ലീഫ് ഞാൻ ബുള്ളിയൻ നോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 12 ചുറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുറ്റിയ ശേഷം സൂചി വലിച്ചെടുക്കുക. സൂചി വലിച്ചെടുത്ത് അതിന് ചുറ്റുകൾ നമ്മൾ കൈകൊണ്ട് റെഡിയാക്കി എടുക്കണം. അതിങ്ങനെ പിരിച്ച് റെഡിയാക്കിയാൽ മതിയാവും. ഒരെണ്ണം കൂടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം സൂചി ഏത് പോയിന്റിലേക്കാണോ വേണ്ടത് ആ പോയിന്റിൽ നിന്ന് നൂലുള്ള പോയിന്റിലേക്കാണ് നമ്മൾ കുത്തേണ്ടത്. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് സൂചി വേണമെങ്കിൽ നമുക്ക് വലിച്ചെടുത്ത ശേഷം ചുറ്റിയാലും മതി. ഒത്തിരി വലിച്ചെടുക്കരുത്. എത്ര ചുറ്റാണോ വേണ്ടത് അത്രയും ചുറ്റുക. അതിനുശേഷം ആ ചുറ്റിയത് ഒരുമിച്ച് ആക്കി കൈകൊണ്ട് പ്രസ് ചെയ്ത ശേഷം വേണം സൂചി വലിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ചുറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് സൂചി വലിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് പിരിച്ച് ആ ചുറ്റലുകൾ, റാപ്പുകൾ നല്ല ഭംഗിയാക്കിയ ശേഷമാണ് നമ്മൾ താഴേക്ക് കുത്തിയെടുക്കുന്നത്. ഇനി അടുത്തത് റിംഗ് നോട്ടാണ്. റിംഗ് നോട്ട് ചെയ്യുമ്പം കുറേ ദൂരത്ത് വെച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ആ നൂലുള്ള ആ പോയിന്റിന് തൊട്ടടുത്ത് തന്നെ സൂചി കുത്തുക. അതിനുശേഷം ആ റിങ് അവിടെ അന്നേരം ഒരു റിങ് ഫോം ചെയ്യും. നോക്കിയാൽ കാണാം, ഒരു റിങ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. ആ റിങ്ങിൽ പ്രസ് ചെയ്ത് നമ്മൾ സൂചി താഴേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് അകലേക്ക് മാറ്റി വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ സൂചി കുത്തുന്നു. അവിടെ ആ റിങ് ഫോം ചെയ്ത് നമുക്ക് നോക്കിയാൽ കാണാം. ഇങ്ങനെയാണ് 4 നോട്ടുകൾ, പ്രധാനമായ ഫ്രഞ്ച് നോട്ട്, ലോങ് ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ നോട്ട്, റിംഗ് നോട്ട്, ഇങ്ങനെ 4 നോട്ടുകൾ ചെയ്യുന്നത് ഈ വിധത്തിൽ
വിധത്തിലാണ്. കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്.